السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله العلي العظيم. ഏറെ ബഹുമാനമുള്ള ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ മുഹമ്മദ് മുസ്ലിയാർ, അതേപോലെ വേദിയിലുള്ള ജുബൈർ ദാരിമി, ബഹുമാനപ്പെട്ട പോള അബൂബക്കർ ഹാജി, ബഹുമാനപ്പെട്ട മഹൽ ഖത്തീബ് കമ്മിറ്റി ഭാരവാഹികളെ, സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, മഹാനായ ശൈഖുന ശംസുൽ ഉലമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു മഹാനവറുകളുടെ ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വിവിധ പരിപാടികളുടെ പ്രാരംഭം കുറിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന ഈ ഉദ്ഘാടന സെഷനിൽ പങ്കുകൊള്ളാൻ അവസരം തന്ന അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആദർശ പ്രസ്ഥാനത്തിൻ്റെ പ്രൗഢമായ 100ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ സമയത്ത് പന്തിപ്പൊയിൽ പ്രദേശത്തേക്ക് കടന്നു വരുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ നാട്ടിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കിയത് എന്ന ചോദ്യത്തിന് മനോഹരമായി പാറിപ്പറക്കുന്ന 100 പതാകകൾ, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ നാട്ടിലെ കാരണവന്മാർ ഉയർത്തിയ ആ പതാകകൾ തന്നെ മതി ഈ നാടും സമസ്തയും തമ്മിലുള്ള ബന്ധം അറിയിക്കാൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ആ പ്രസ്ഥാനത്തിനോട് നമ്മൾ കാണിക്കുന്ന ബന്ധം നാളെ സ്വർഗീയ ലോകത്ത് മഹാന്മാരോട് ചേർന്നു നിൽക്കാനുള്ള വസീലയായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അവരുടെ മദതും അവരുടെ ആത്മീയമായ നോട്ടവും നമ്മുടെ നാട്ടിലേക്കും മഹല്ലിലേക്കും വിശേഷിച്ച് നമ്മളിൽ ഓരോരുത്തരിലേക്കും അല്ലാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇന്ന് പ്രധാനമായും ഇവിടെ നടക്കേണ്ടത് ഒരു ഇഷ്ഖ് മജ്ലിസാണ്. അതിനു മുമ്പുള്ള ഒരു ആമുഖ പ്രസംഗം എന്ന ഒരു പരിഗണന വെച്ചുകൊണ്ട് ഒരല്പകാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. പരിശുദ്ധ ഇസ്ലാം, അതിൽ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മളെല്ലാവരും. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കുക, അതാണ് നമ്മളുടെ വലിയ ലക്ഷ്യം. അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് തരട്ടെ. ആ പരിശുദ്ധമായ ഇസ്ലാം സമ്പൂർണമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഉമ്മത്തിലാണ് എന്നത് നമുക്കേറെ സന്തോഷമുള്ള കാര്യമാണ്. 1,24,000-ൽ പരം നബിമാരുടെ പ്രബോധനങ്ങളിലൂടെ സമ്പന്നമാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണ പ്രഖ്യാപനം നടക്കുന്നത് ഹിജ്റയുടെ 10ാം കൊല്ലം ഹജ്ജത്തുൽ വദാഇൽ അറഫയിൽ വെച്ചുകൊണ്ടാണ്. അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ആ വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷമാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 3ാമത്തെ ആയത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ആയത്തിന്റെ ഒരു ഭാഗം നമ്മൾ സാധാരണ എപ്പോഴും ഓതാറുള്ള ഒരായത്താണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ
നമ്മളെപ്പോഴും ഓതുന്ന ഒരായത്താണ് ഈ ആയത്ത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ കാമിലാക്കി തന്നിരിക്കുന്നു. എൻ്റെ നിഅമത്ത് നിങ്ങൾക്ക് താമാക്കി പരിപൂർണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, പരിശുദ്ധമായ ഇസ്ലാമിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനായി. ദീൻ എന്ന അറബി വാക്കിന് നമ്മൾ മതം എന്ന് പറയാറുണ്ട്. സത്യത്തിൽ മലയാളത്തിൽ ദീൻ എന്ന വാക്കിന് ഒരർത്ഥം കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾക്ക് വെളിച്ചം വീശുന്ന പരിശുദ്ധ ദീനായി ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല. അപ്പൊ ഇസ്ലാമിന്റെ പൂർണ്ണമായ രീതി അവലംബിച്ചുകൊണ്ട് ജീവിക്കാൻ അവസരം ലഭിച്ച ഒരു സമൂഹമാണ് നമ്മളെന്നറിയുമ്പോൾ നമുക്കേറെ സന്തോഷമുണ്ട്. ഈ ആയത്ത് അന്ന് അറഫയിൽ വെച്ചുകൊണ്ട് ഓതി കേൾപ്പിക്കപ്പെട്ടപ്പോൾ സ്വഹാബത്തിന് അതിയായ സന്തോഷമുണ്ടായി. ആ സന്തോഷത്തിനിടയിലും ചില ആശങ്കകൾ ചിലർ പങ്കുവച്ചു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കേട്ട് കരഞ്ഞു എന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ബകാ ഉമറു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഫഖാല ലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ യുബ്കീക യാ ഉമർ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഉമർ കരഞ്ഞത്? താങ്കളെ കരയിപ്പിച്ചത് എന്താണ്? ആ സമയത്ത് മഹാനവർകൾ പറഞ്ഞു, അബ്കാനി, നബിയെ, എന്നെ കരയിപ്പിച്ചത് പരിശുദ്ധ ദീനിന്റെ ഓരോ നിയമങ്ങൾ, പലതായ ഇബാദത്തുകൾ ഇങ്ങനെ വന്നു ചേരുമ്പോ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരികയായിരുന്നു. അത് പരിപൂർണമാക്കപ്പെട്ടു എന്നാണല്ലോ തങ്ങൾ പറഞ്ഞത്. ഇനി പുതുതായി ഒന്ന് വരാനില്ല, വന്ന ഒന്ന് പിൻവലിക്കപ്പെടാനുമില്ല. ആ രീതിയിൽ പരിശുദ്ധ ദീൻ സമ്പന്നമാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നബിയെ ഫഇന്നഹു ലം യകുമുൽ ശൈഉൻ ഇല്ലാ നഖസ, ഏതൊരു സാധനവും കാമിലായാൽ, പൂർണ്ണമായാൽ പിന്നെ അങ്ങോട്ട് വളരാനില്ല. പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ വരാനുള്ളത് അതിന് തകർച്ചകളാണല്ലോ നബിയെ. പരിശുദ്ധ ഇസ്ലാമിനെ പൂർണ്ണമാക്കി ഞങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് തങ്ങൾ വിട പറഞ്ഞു പോയാൽ ഇനി കാലാന്തരങ്ങളിൽ ഈ പരിശുദ്ധ ദീനിന് പോറലേൽക്കുന്ന സംഭവങ്ങളാണല്ലോ കാണേണ്ടി വരിക. ഇതോർത്തിട്ടാണ് ഞാൻ കരഞ്ഞതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സത്യത്തിൽ ആ വാക്ക് അന്ന് ഉമർ കരഞ്ഞതുപോലെ പിൽക്കാലത്ത് നമ്മൾ കണ്ടു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നത് നമ്മൾ കണ്ടു. ആഭ്യന്തര സംഘർഷങ്ങൾ നമ്മൾ കണ്ടു. പരസ്പരം തമ്മിലടികൾ നമ്മൾ കണ്ടു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞതുപോലെ പിന്നീട് ഒരുപാട് വിഷയങ്ങൾ കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ ചില ആളുകൾ പരിശുദ്ധ ദീനിന്റെ മനോഹരമായ മുഖം വികൃതമാക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തി. എന്തിനാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത് എന്ന് പറയാനാണ് ഞാൻ ഈ വിഷയം പറഞ്ഞു വരുന്നത്. കേവലം കുറെ സംഘടനകൾക്കിടയിൽ ഒരു സംഘടന സമസ്ത എന്ന പേരിൽ, അതിനൊരു കൊടി, അതിന് കുറെ നേതാക്കൾ, അങ്ങനെ ഉണ്ടാക്കപ്പെട്ട ഒരു പ്രസ്ഥാനമല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരഞ്ഞു. ലോകത്തുടനീളം ആ കരച്ചിലിന്റെ തുടർച്ച നമ്മൾ കണ്ടു. വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണ ശേഷം 1 മണിക്കൂറോളം ദുആ ചെയ്തു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ആ ദുആയിലുടനീളം ഈ കരച്ചിലിന്റെ തുടർച്ച നമ്മൾക്ക് കാണാം. നമ്മൾ എന്തുകൊണ്ട് സമസ്തയെ സ്നേഹിക്കുന്നു? പരിശുദ്ധ ദീനിന് പോറലേൽക്കുമ്പോൾ വേദനിക്കുന്ന ഒരു സമൂഹം, അവർ അല്ലാഹുവിന്റെ ദീന് നിലനിർത്താൻ പരിശ്രമിക്കുന്നവരാണ്. അങ്ങനെ ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരഞ്ഞു. പിന്നീട് നമ്മൾ കണ്ടു, അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ പരിശുദ്ധ ദീനിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിയവരെ പല രീതിയിൽ നമ്മൾ കണ്ടു. അതിലൊന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഖവാരിജുകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ദുൽ ഖുവൈസിറ എന്ന് പറയുന്ന മനുഷ്യനുണ്ടാക്കിയ ചില ഫിത്നകളായിരുന്നു.
ഇനി മദീനയിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾക്ക് കാണാൻ കഴിയും, മദീനത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കുന്ന കാലത്തു തന്നെ അവിടുത്തെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട മസ്ജിദിന് സമാന്തരമായി പള്ളി ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമം നടത്തി. ഇങ്ങനെ ചില ഘട്ടങ്ങളിലൊക്കെയും നമ്മൾക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധത്തിന്റെ ഗനീമത്ത് സ്വത്ത് ഓഹരി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് ആ ഹുനൈൻ യുദ്ധത്തിന്റെ ഗനീമത്ത് സ്വത്ത് ഓഹരി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ദുൽ ഖുവൈസിറ എന്ന് പറയുന്ന മനുഷ്യൻ വന്നിട്ട് ഫഖാല, ആ മനുഷ്യൻ പറയുന്നു, ഇഅ്ദിൽ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ താങ്കൾ നീതി കാണിക്കണം എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ നീതി കാണിച്ചില്ലെങ്കിൽ പിന്നെ ലോകത്ത് ആരാണ് നീതി കാണിക്കുക? മഹാന്മാരെ ചെറുതാക്കി കാണിക്കുക, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറുതാക്കി കാണിക്കുക. ഇതാണ് പരിശുദ്ധ ദീനിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിച്ചവർ തെരഞ്ഞെടുത്ത ഒരു മാർഗം. അതാണ് അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിനെ നിസാരമാക്കുക, മഹാന്മാരെ ചെറുതാക്കി കാണിക്കുക, ഔലിയാക്കളെ ഇകഴ്ത്തുക, ആലിമീങ്ങളെ പരിഹസിക്കുക. ഇതൊക്കെയാണ് കാലങ്ങളായി പരിശുദ്ധ ദീനിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾ തെരഞ്ഞെടുക്കുന്ന പരിപാടി. അബ്ദുല്ലാഹി ഇബ്നു ദുൽ ഖുവൈസിറ പറഞ്ഞു, നീതി കാണിക്കണം. അല്ലാഹുവിന്റെ ഹബീബിന് വിഷമമായി. അവിടുന്ന് പറഞ്ഞു, വൈലക് മൻ യഅദിലു ഇദാ ലം അഅദിൽ, ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ പിന്നെ ആരാടോ അവിടെ നീതി കാണിക്കുക? നീതി കാണിക്കാൻ വേണ്ടി, നീതി പഠിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു എന്നെ പറഞ്ഞയച്ചത്. അവിടത്തേക്ക് വളരെ വിഷമമായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ദഅനി, തങ്ങൾ എന്നെ അനുവദിക്കൂ, തങ്ങൾ എന്നെ ഒന്ന് വിട്ടുതരൂ. അളിരിബുനഖഹു, ഈ വൃത്തികെട്ടവന്റെ പെരടി ഞാൻ വെട്ടു, അവനെ ഞാൻ കൊന്നുകളയും എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദഅഹു, വിട്ടേക്ക് ഉമറേ അവനെ, അവന്റെ പിറകെ കൂടണ്ട. ഫഇന്ന ലഹു അസ്ഹാബൻ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇയാൾക്ക് ചില പിൻഗാമികൾ വരും. പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം, ആദർശം എത്ര വലുതാണ്. എന്തിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദർശ വിഷയങ്ങളിൽ ഇങ്ങനെ കണിശത പുലർത്തുന്നത്? എന്തിനാണ്? മുസ്ലിമീങ്ങൾക്ക് വെല്ലുവിളി നേരിടുന്ന കാലത്ത് എല്ലാവരെയും ചേർത്തു നിർത്തി അതും ശരിയാണ്, ഇതും ശരിയാണ്, എല്ലാം ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു അഴകുഴമ്പൻ നിലപാടിൽ പോയാ പോരെ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തു, ഉമറേ ഫഇന്ന ലഹു അസ്ഹാബൻ, ഈ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു ദുൽ ഖുവൈസിറക്ക് ചില പിൻഗാമികൾ വരും. ആ പിൻഗാമികളുടെ അവസ്ഥ, അവർ വലിയ കുഴപ്പക്കാരാണ് എന്നല്ല പറഞ്ഞത്, മറിച്ച് അവരെ കുറിച്ച് പറഞ്ഞത് യഹ്ഖിറു അഹദുകും സ്വലാതഹു മഅ സ്വലാതിഹി, അവർ വലിയ നിസ്കാരക്കാരായിരിക്കും. ഞാൻ ഈ വായിക്കുന്നത് സ്വഹീഹുൽ ബുഖാരിയിൽ നിന്നാണ്. അവരുടെ നിസ്കാരം കാണുമ്പോൾ നിങ്ങളുടെ നിസ്കാരത്തെ നിസ്സാരമാക്കും. കാരണം അവര് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ അടുത്ത് നമ്മുടെ നിസ്കാരം ഒന്നുമല്ലെന്ന് നിങ്ങൾക്ക് തോന്നും. അവരുടെ നോമ്പും നിങ്ങളുടെ നോമ്പും തമ്മിൽ തുലനം ചെയ്താൽ നിങ്ങളുടെ നോമ്പിനെ നിങ്ങൾ നിസ്സാരമാക്കും. അത്രയും വലിയ നോമ്പുകാരായിരിക്കും അവർ എന്ന് പറഞ്ഞാൽ അവർ പ്രത്യക്ഷത്തിൽ വലിയ നിസ്കാരവും നോമ്പൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷേ യംറുഖൂന മിനദ്ദീൻ, അവർ ദീനിൽ നിന്ന് പുറത്തു പോകും. കമാ യംറുഖു സഹ്മു മിനർ റമിയ, ലക്ഷ്യം തുളച്ചു പോകുന്ന അമ്പ് പോലെ അവര് ഏറുമാവ് കടന്നു പോകുമെന്ന് നമ്മൾ നാടൻ വർത്തമാനത്തിൽ പറയുന്നത് പോലെ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാവും. ഈ നിസ്കാരവും ഈ കോലവും മാത്രമേ ബാക്കിയുണ്ടാവൂ. അവരെ നിങ്ങൾ കരുതിയിരിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പുലർന്നു. അബ്ദുല്ലാഹി ഇബ്നു ദുൽ ഖുവൈസിറയുടെ അനുയായികളാണ് പിൽക്കാലത്ത് ഖവാരിജുകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. അവർ പരിശുദ്ധ ദീനിൽ വിള്ളൽ ഉണ്ടാക്കാൻ മറയാക്കിയത് നോമ്പും നിസ്കാരവും ഖുർആനുമായിരുന്നു. ഖുർആനിന്റെ ആളുകൾ, ഖുർആൻ ക്ലാസ്, ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ, ഇതൊക്കെയും അവർ സംഘടിപ്പിക്കും. ഇതൊക്കെ ഞാൻ വായിക്കുന്നത് എവിടെ നിന്നോ വായിക്കുകയല്ല, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. വഅൻ യുസൈർ ഇബ്നു അംർ തങ്ങൾ പറയുന്നു, ഖാൽ ഖുൽതു ലിസഹ്ൽ ഇബ്നു ഹുനൈഫ്, സഹ്ൽ ഇബ്നു ഹുനൈഫ് തങ്ങളോട് ഞാൻ ചോദിച്ചു, സ്വഹാബിയാൻ, എന്താ ചോദ്യം? ഹൽ സമിഅത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ഫിൽ ഖവാരിജ്, ഖവാരിജുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ വല്ലതും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു.
ഖാല അതിന് മറുപടി സമിഅ്തഹു യഖൂൽ അല്ലാഹുവിന്റെ ഹബീബ് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇറാഖിന്റെ ഭാഗത്തേക്ക് കൈ ചൂണ്ടിയിട്ട് യഖ്റുജു മിൻ അവിടെ നിന്നൊരു കൂട്ടർ വരും യഖറഊനൽ ഖുർആൻ അവർ ഖുർആൻ ഓതുന്ന ആളുകളായിരിക്കും. അപ്പൊ എല്ലാ ഖുർആൻ ഓതുന്നവരും ശരിയാണെന്ന് നമ്മൾക്ക് തോന്നരുത്. ഖുർആൻ ഓതേണ്ടതുപോലെ ഓതണം, ഖുർആന്റെ അർത്ഥം പറയേണ്ടതുപോലെ പറയണം. നിസ്കാരം 3 വക്താണെന്ന് സമർത്ഥിക്കാൻ ചേകന്നൂർ മൗലവി ഓതിയത് ഖുർആനാണ്. ആ രീതിയിൽ ഖുർആൻ ഓതിയാൽ അത് അബദ്ധമായിരിക്കും. അതേപോലെ നിസ്കരിക്കണ്ട, നോമ്പ് നോൽക്കണ്ട എന്ന് പറയാൻ ചില കള്ളത്തൊരീക്കത്തുകാരും ഓതിയത് ഖുർആനാണ്. ആ രീതിയിൽ ഖുർആനെ നമ്മൾക്ക് ദുർവ്യാഖ്യാനം ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഖുർആൻ ഓതേണ്ടതുപോലെ ഓതണം, ഓതി തന്നതുപോലെ ഓതണം. മഹാന്മാർ ഓരോന്നിന് എന്ത് വ്യാഖ്യാനം പറഞ്ഞോ ആ രീതിയിൽ വ്യാഖ്യാനിക്കണം. അവിടെയാണ് സാധുക്കളായ അറിവില്ലാത്ത നമ്മൾ സമസ്തയെ സ്നേഹിക്കുന്നതും അവരുടെ കൂടെ കൂടുന്നതും. അള്ളാഹുവിന്റെ ഹബീബ് എന്ന് പറഞ്ഞു കൊടുത്തു യഖറഊനൽ ഖുർആൻ, അവർ ഖുർആൻ ഓതുന്ന ആളുകളായിരിക്കും, വായ തുറന്ന ഖുർആനായിരിക്കും. അല്ലെ, ചേകന്നൂർ മൗലവിയുടെ സംഘടനയുടെ പേര് ഖുർആൻ ഹദീസ് സൊസൈറ്റി എന്നാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയെന്ന് ലോകം അംഗീകരിച്ച ഖാദിയാനികളും പറയുന്നത് ഞങ്ങളും ഖുർആന്റെ ആളുകളാണ്, ഖുർആൻ ഹദീസ് ഇത് തന്നെയാണ് ഞങ്ങൾക്കും വേണ്ടത് എന്നാണ് അവരും പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലാ യുജാവിസു തറാഖിയഹും, അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് താഴോട്ട് ഖുർആൻ ഉണ്ടാവൂല, നാവിൽ മാത്രമേ ഖുർആൻ ഉണ്ടാവൂ. യംറുഖൂന മിനൽ ഇസ്ലാമി മുറൂഖസ് സഹ്മി മിനർ റമിയ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലക്ഷ്യം തുളച്ചു പോകുന്ന അമ്പ് പോലെ അവർ പരിശുദ്ധ ദീനിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധ ദീനിനെ വിള്ളലുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ. ഇനി നോക്കൂ നിങ്ങൾ, എവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാകുന്നത്? നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ ചോദിക്കും, തറാവീഹിന്റെ റക്അത്ത് പറയുമ്പോ, അതേപോലെ സ്ത്രീകളുടെ ജുമുഅ ജമാഅത്തിനെ കുറിച്ച് പറയുമ്പോ, അതല്ലെങ്കിൽ പരിശുദ്ധ ദീനിലുള്ള മറ്റേതെങ്കിലും വിഷയം പറയുമ്പോ, മഹാന്മാരുടെ മഖബറകളെ കുറിച്ച് പറയുമ്പോ, ഔലിയാക്കളുടെ ഉറൂസുകളെ കുറിച്ച് പറയുമ്പോ ചിലർ ചോദിക്കും സൗദി അറേബ്യയിലുണ്ടോ, അല്ലെങ്കിൽ മക്കത്തുണ്ടോ, മദീനത്തുണ്ടോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോ നമ്മൾക്ക് തോന്നും അള്ളാഹുവിന്റെ ഹബീബ് ജനിച്ച നാടാണ് മക്ക, അവിടുന്ന് വഫാത്തായ നാടാണ് മദീന. ആ മക്കത്തും മദീനത്തും ഉള്ളത് നോക്കൽ അനിവാര്യമാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ഞാൻ പറയട്ടെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഘട്ടം വന്നാൽ, എന്റെ കാലശേഷം ജീവിക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ നിങ്ങൾ നേരെ മക്കത്തേക്ക് നോക്കണം, മദീനത്തേക്ക് നോക്കണം എന്നല്ല നമ്മളോട് പറഞ്ഞു തന്നത്. അവിടുന്ന് പറഞ്ഞു തന്നതുപോലെ ജീവിക്കണം. അവിടുന്ന് പറഞ്ഞു ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ, ജൂതന്മാർ 71 വിഭാഗമായിട്ട് ഭിന്നിച്ചു കഴിഞ്ഞു. വഫ്തറഖത്തിൻ നസ്വാറ അലാ 72 ഫിർഖ, നസ്വാറാക്കൾ 72 വിഭാഗവുമായി. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ, എൻ്റെ ഈ ഉമ്മത്ത് ഭിന്നിക്കും. ഇപ്പൊ സമുദായത്തിൽ ഭിന്നിപ്പ് വരും. അലാ 73 ഫിർഖ, 73 ആയിട്ട്. ജൂതൻ 71 ആണെങ്കിൽ, ക്രിസ്ത്യാനി 72 ആണെങ്കിൽ, ഒന്ന് കൂടിയിട്ട് 73 ആയിട്ട് എന്റെ ഉമ്മത്ത് ഭിന്നിക്കും. കുല്ലുഹാ ഫിന്നാർ, എല്ലാം നരകത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു ഇല്ലാ വാഹിദ, ഒന്നൊഴികെ. അതിന്റെ ഒരു ഗൗരവം ആലോചിച്ച് നോക്കൂ. അതും ശരി ഇതും ശരി, എല്ലാവരുടെ കൂടെയും കൂടണം, അങ്ങനെ ചേരണം ഇങ്ങനെ ചേരണം. അങ്ങനെ ആദർശത്തിൽ ഒരിറ്റു വെള്ളം ചേർക്കാൻ നമുക്ക് കഴിയില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരു മനുഷ്യന്റെ ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. ഒരു മനുഷ്യന്റെ പരലോകത്തെ ബാധിക്കുന്ന വിഷയമാണ്. കണിശമായി അത് ആലിമീങ്ങൾ പറയുക തന്നെ വേണം. അതിലാരുടെയും മുഖം നോക്കാൻ പാടില്ല, അതിലാരെയും പൊരുത്തപ്പെടിക്കാൻ പാടില്ല. ആദർശം പറയുമ്പോൾ കൃത്യമായും വ്യക്തമായും പറയണം. അള്ളാഹുവിന്റെ ഹബീബിനെ വേണമെങ്കിൽ പറയായിരുന്നു 73 വിഭാഗവും, ചിലതൊക്കെ ശരിയാണ്, അങ്ങനെയല്ല അവിടുന്ന് പറഞ്ഞത്. എല്ലാം നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒന്നൊഴികെ. അപ്പൊ സ്വഹാബത്തിന്റെ ചോദ്യം, ചോദ്യം മൻ ഹിയ യാ റസൂലല്ലാഹ്, ഏതാണ് ആ ഒന്ന്? അവിടുന്ന് പറഞ്ഞു മാന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും എവിടെ നിലകൊണ്ടുവോ അത് മാത്രമാണ് ശരി.
ഇനി നോക്കൂ നിങ്ങൾ, ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ പന്തിപ്പൊയിലെ മോമിനീങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നിന്ന് പറഞ്ഞു, നോക്കൂ നിങ്ങൾ, വഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്കൊരു വഅദ് പറഞ്ഞു തന്നു. എങ്ങനത്തെ വഅദാണ്? മൗഇദത്തൻ, അതൊരു നല്ല വഅദാണ്. വജിലത്തു മിൻഹൽ ഖുലൂബ്, ഹൃദയങ്ങൾ കിടുകിടുത്തു പോയ വഅദാണ്. വദറഫത് മിൻഹൽ ഉയൂൻ, കണ്ണുകൾ നിറഞ്ഞൊഴുകിയ വഅദാണ്. അങ്ങനത്തെ ഒരു വല്ലാത്ത വഅദ്. ആ വഅദ് കേട്ടിട്ട് ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ വഅദ് കഴിഞ്ഞപ്പോൾ ഫഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, കഅന്നഹാ മൗഇദത്തു മുവദ്ദിഇൻ, ഇതൊരു മുവദ്ദിഇന്റെ, വിട പറയുന്ന ആളുടെ സംസാരം പോലെ ഉണ്ടല്ലോ തങ്ങളെ, തങ്ങൾ ഞങ്ങൾ വിട്ടു പോകുന്നു എന്ന ഒരു ധ്വനി ഇതിലുണ്ടല്ലോ. അതുകൊണ്ട് ഫഔസിനാ, ഞങ്ങൾക്ക് വസിയ്യത്ത് തന്നാലും ഞങ്ങളെ ഉപദേശിച്ചാലും നബിയേ. അന്ന് അവിടെ നിന്ന് കൊടുത്തൊരു ഉപദേശമുണ്ട്. ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ഒരു ഉപദേശമാണ് ആ ഉപദേശം. എന്താണ് അന്ന് അവിടുന്ന് പറഞ്ഞ ഉപദേശം? 100 വർഷം തികയുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100 പതാകകൾ ഇന്ന് പന്തിപ്പൊയിലിൽ ഉയർത്തുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ഉപദേശമാണ് ഈ ഉപദേശം. എന്താണ് അവിടുന്ന് പറഞ്ഞ ഉപദേശം? അവിടുന്ന് പറഞ്ഞു, ഊസീകും ബിത്തഖ്വല്ലാഹ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം അതാണ്. പന്തിപ്പൊയിൽ എന്ന് പള്ളിയിൽ ജുമുഅ തുടങ്ങിയോ അന്ന് മുതൽ ഇന്നത്തെ വെള്ളിയാഴ്ച വരെ 2 ഖുതുബയുടെയും പ്രധാന വിഷയം അൽ വസിയ്യത്തു ബിത്തഖ്വല്ലാഹ്, തഖ്വ കൊണ്ടുള്ള വസിയ്യത്താണ്. അതില്ലെങ്കിൽ ഖുതുബയാവൂല. ഖുതുബ ഇല്ലെങ്കിലോ നിങ്ങളുടെ അമീർ ഒരടിമയാണെങ്കിൽ പോലും നിങ്ങൾ അംഗീകരിക്കണം. ഖൈറായ കാര്യം പറഞ്ഞാൽ ശർറായ കാര്യമല്ല. ഇനിയോ അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹു മയ്യഇശ് മിൻകും ബഅദി, ഇനി എന്റെ കാലശേഷമാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, എന്റെ കാലശേഷമാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഫസയറാ, നിങ്ങൾ കാണുക തന്നെ ചെയ്യും, ഇഖ്തിലാഫൻ കസീറാ, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമല്ല, ധാരാളം ഇഖ്തിലാഫുകൾ നിങ്ങൾ കാണും, ഒരുപാട് അഭിപ്രായാന്തരങ്ങൾ നിങ്ങൾ കാണും. അങ്ങനെ കണ്ടാൽ ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ സൗദി അറേബ്യയിലേക്ക് നോക്കണം എന്നല്ല, നിങ്ങൾ മക്കത്തേക്ക് നോക്കണം എന്നല്ല, മക്കത്തെ പള്ളിയിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കണമെന്നുമല്ല. ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിലേക്ക് നിങ്ങൾ നോക്കണം, അത് നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗം സിദ്ധിച്ചവരായ എന്റെ ഖുലഫാക്കളുടെ മാർഗത്തിലേക്ക് നിങ്ങൾ നോക്കണം, അത് നിങ്ങൾ അവലംബമാക്കണം. അവലംബമാക്കിയാൽ മാത്രം പോരാ, അള്ളു അലൈഹാ ബിന്നവാജിദി, നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് ഈ ഒരു ആദർശത്തെ കടിച്ചു പിടിക്കണം. ഇത് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോ ഈ ആദർശം നിങ്ങൾക്ക് വിട്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ മുന്നിലെ പല്ല് കൊണ്ട് കടിച്ചാ പോരാ, നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയിട്ട് അള്ളാഹുവിന്റെ ദീനിനെ വികൃതമാക്കുന്നതിനെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ നോക്കൂ, ഇനി നമ്മൾ വാദത്തിന് വേണ്ടി പറഞ്ഞു എന്ന് വിചാരിക്കാം. സൗദി അറേബ്യയിൽ മഖാമുകളില്ല, മക്ബറകളില്ല. അവിടെ മക്ബറകളിൽ ചന്ദനത്തിരി കത്തിക്കലില്ല, അവിടെ ഉറൂസില്ല, അതല്ലെങ്കിൽ അവിടെ ജാറം മൂടലില്ല. ഇതൊക്കെ ഇല്ല എന്ന് വാദത്തിന് വേണ്ടി നമ്മൾ സമ്മതിച്ചാൽ തന്നെ ഞാൻ പറയട്ടെ, എപ്പോഴാണ് സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടാവുന്നത്? ഒരുപാട് ചെറിയ ചെറിയ പ്രദേശങ്ങളായിരുന്നു സൗദി അറേബ്യ. അവിടെ ഫിത്നകൾക്ക് തുടക്കം കുറിക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജനനം മുതലാണ്. ആരാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞാൽ വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അദ്ദേഹം ജനിക്കുന്നത് 1703 ക്രിസ്താബ്ദം ഇന്നിപ്പോ 2025 അയാൾ ജനിക്കുന്നത് 1703 അദ്ദേഹം ജനിക്കുന്നത്. ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് 1727 വഹാബിസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുതിയ പുതിയ ആശയങ്ങൾ സൗദി അറേബ്യയിൽ, അന്ന് സൗദി അറേബ്യ ഇല്ല കേട്ടോ, സൗദി അറേബ്യ രൂപീകൃതമായിട്ട് 100 കൊല്ലം പോലും ആയിട്ടില്ല.
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായിട്ട് 100 കൊല്ലമായി. KSA എന്ന കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യമുണ്ടായിട്ട് 93 കൊല്ലമേ ആയിട്ടുള്ളൂ. അപ്പൊ അതിനു മുമ്പുള്ള ചെറിയ ചെറിയ പ്രദേശങ്ങളായിരുന്നു സൗദി. അവിടെ നജ്ദ് പ്രദേശത്താണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ ജനിക്കുന്നത്. ആ നജ്ദ് പ്രദേശത്തിന്റെ പ്രത്യേകതയും നമ്മൾക്കറിയാം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ടൊരിക്കൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വഫീ യമനിനാ. പടച്ചവനെ, ഞങ്ങളുടെ ഷാമിലും ഞങ്ങളുടെ യമനിലും നീ ബർക്കത്ത് ചെയ്യണേ എന്നതായിരുന്നു. അപ്പൊ കൂട്ടത്തിൽ നജ്ദുകാരുണ്ടായിരുന്നു. അവരെണീറ്റ് നിന്നിട്ട് പറഞ്ഞു, വഫീ നജ്ദിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നജ്ദിനും ബറക്കത്തിനു വേണ്ടി ദ്വാരക്കണം. രണ്ടാമത് അവിടുന്ന് ദുആ ആവർത്തിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വഫീ യമനിനാ. പടച്ചവനെ, ഞങ്ങളുടെ ഷാമിലും യമനിലും നീ ബർക്കത്ത് ചെയ്യണം. അപ്പോഴും നജ്ദ് പറഞ്ഞില്ല. മൂന്നാമതും പറഞ്ഞു, വഫീ നജ്ദിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നജ്ദിനും വേണ്ടേ നബിയെ ബർക്കത്ത്, നജ്ദിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അവിടെയാണ് ശൈത്വാന്റെ കൊമ്പ് മുളക്കുന്നത്. വബിഹാ തത്ലുഉ ഖർനു ശൈത്വാൻ, അവിടെയാണ് ശൈത്വാന്റെ കൊമ്പ് മുളച്ചു പൊങ്ങുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് സർവ്വ കുഴപ്പങ്ങളും, അവിടെയാണ് ഫിത്ന, അവിടെ നിന്നാണ് ഫിത്നക്ക് തുടക്കം കുറിക്കേണ്ടത്. ആ നജ്ദിലാണ് ക്രിസ്താബ്ദം 1703 മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവ് ജനിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു 25 വയസ്സ് പ്രായമുള്ള സമയം 1727 വഹാബിസം ഉണ്ടാവുന്നത്. പക്ഷെ ആരും ആ നാട്ടുകാർ സ്വീകരിച്ചില്ല, അവരാരും ഇയാളെ ഉൾക്കൊണ്ടില്ല. അങ്ങനെ ഉൾക്കൊള്ളാതെ വന്നപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ 1744 ആലു സഊദിനെ സ്വാധീനിച്ചുകൊണ്ട് അദ്ദേഹം ദൗലത്തു സൗദിയ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ടാക്കി. ആലു സൗദിനെ സ്വാധീനിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അധികാരം, മതം പറയുന്ന ആള് ഞാന്, അങ്ങനെ നമ്മൾക്കൊരു രാഷ്ട്രം പറയണം. അങ്ങനെയാണ് ദൗലത്തു സൗദിയ, അന്ന് സൗദി അല്ല, ദൗലത്തു സൗദിയ എന്ന് പറയുന്ന ചെറിയൊരു പ്രദേശം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്നു. വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവുന്നു. 1806 നിരവധി മഹാന്മാരുടെ മക്ബറകൾ സൗദി അറേബ്യയിൽ നിന്ന് പൊളിച്ചു മാറ്റുന്നു. ചരിത്രം പഠിച്ചാൽ അറിയാം, ആദ്യം പൊളിച്ച മക്ബറ ആരതാണെന്നറിയോ നിങ്ങൾക്ക്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായ സെയ്ദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു യമാമയിൽ ഷഹീദായ മഹാനാണ്. ആ മഹാന്റെ മക്ബറ പൊളിച്ചിട്ടാണ് സൗദി അറേബ്യയിൽ ആദ്യമായി മക്ബറ പൊളി ഉദ്ഘാടനം കഴിക്കുന്നത് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ. ആരാണ് ഈ സെയ്ദ് ഇബ്നു ഖത്താബ്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ യമാമയിൽ വെച്ചുകൊണ്ട് സെയ്ദ് ഇബ്നു ഖത്താബ് ഷഹീദായപ്പോ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എന്ന് പറഞ്ഞു, അസ്ലമ ഖബ്ലി വസ്തശ്ഹദ ഖബ്ലി, എന്റെ മുന്നേ ഇസ്ലാം സ്വീകരിച്ച് എന്റെ മുന്നേ ഷഹീദായി പോയ എന്റെ സഹോദരനാണ് സെയ്ദ് ഇബ്നു ഖത്താബ് എന്ന് വിതുമ്പിക്കരഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞ മഹാനാണ്. ആ മഹാൻ ഷഹീദായതിനു ശേഷം ആ ഓർമ്മയിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ജീവിക്കുന്നത്. മഹാനവറുകൾ പറയും, മഹബ്ബത്തി സ്വബാ ഇല്ലാ വഅന അജിദു റീഹ സെയ്ദ്, സ്വബാ പ്രദേശത്ത് നിന്ന് വരുന്ന കാറ്റിന് എന്റെ സെയ്ദിന്റെ മണമുണ്ടെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുമായിരുന്നു. അങ്ങനെ ഷഹീദായ സ്വഹാബിയായ സെയ്ദ് ഇബ്നു ഖത്താബിന്റെ ഖബർ പൊളിച്ചിട്ടാണ് വഹാബികൾ ഖബർ പൊളി ഉദ്ഘാടനം ചെയ്തത്. സമസ്ത എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി, ഈ ആദർശം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കാവലിരുന്നു ബഹുമാനപ്പെട്ട സമസ്ത. ബഹുമാനപ്പെട്ട വാരാമ്പറ്റയിലെ ദില്ലിക്കോയ തങ്ങളുടെ മക്ബറക്ക് പോറലേൽക്കാതെ ഓരോ ഉറൂസിനും ഓരോ കിൻഡൽ കൂടിയിട്ടല്ലാതെ കുറഞ്ഞിട്ടില്ല. അത് കുറയാതെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ഒരു വിങ്ങിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. ഇന്നും സൗദി
സൗദിയിലേക്ക് പോകുന്ന പന്തിപ്പൊയിലെ മോമിനിയങ്ങൾ ബദർ മൗലിദ് ഓതിയിട്ട് പോകുന്നുണ്ട്. അവർ സൗദി അറേബ്യയിൽ ബദർ മൗലിദ് ഓതുന്നുണ്ടോ എന്ന് നോക്കിയല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് പറഞ്ഞപ്പോൾ ഇന്ന് മഗ്രിബ് നമസ്കാരാനന്തരം പാണക്കാട്ട് ആറ്റപ്പൂവിന്റെ ആത്മീയ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച മജ്ലിസുൻ നൂർ ചൊല്ലിയിട്ടാണ് നമ്മൾ ഈ മജ്ലിസ് തുടങ്ങിയത്. ആരാണ് ഈ ആദർശത്തിന് കാവൽ നിന്നത്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. നോക്കൂ നിങ്ങൾ, 1806 നിരവധി മഖബറകൾ പൊളിച്ചു. ആ ദൗലത്തു സൗദി എന്ന് പറയുന്ന ചെറിയ പ്രദേശം രണ്ടാമത് വികസിപ്പിച്ചു. 1818 രണ്ടാം ദൗലത്തു സൗദിയ. ആ സൗദി അന്നും സൗദി അറേബ്യ ഉണ്ടായിട്ടില്ല. ആ പ്രദേശം കുറച്ചും കൂടെ വെട്ടിപ്പിടിച്ചു. 1921 കൂടുതൽ വികസിപ്പിച്ചു. ആ വികസനം നടക്കുമ്പോൾ കേരളത്തിൽ വഹാബി പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ ചില ആളുകൾ ശ്രമം നടത്തുന്ന കാലമാണ് 1921 കാലം. നോക്കൂ നിങ്ങൾ, 1922 മുതൽ 26 വരെയുള്ള കാലത്താണ് പരിശുദ്ധ മദീനയിലെ ജന്നത്തുൽ ബഖയിൽ കെട്ടിപ്പൊക്കിയ നിരവധി ഖബറുകൾ ഉണ്ടായിരുന്നു. ഓരോ ഖബറിന്റെ മേലും ആളുകളുടെ പേരുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ മദീനത്തൊന്നു പോയി അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടികളുടെ, അവിടുത്തെ ഭാര്യമാരുടെ, അവിടുത്തെ പൊന്നുമോളുടെ, അതല്ലെങ്കിൽ സഹാബത്തിന്റെ മഖബറ ഒന്ന് നോക്കിയാൽ ആരുടെയും പേരില്ല. ഒരു ചെറിയ കട്ടക്കല്ല് മാത്രം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആരാണ് ഈ രീതിയിൽ ചരിത്രത്തെ നശിപ്പിച്ചത്? വഹാബികളാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ നിന്ന് നിരവധി ഖബറുകൾ പൊളിച്ചു മാറ്റി. ഇനി നമ്മൾ പറയാം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് ക്രിസ്തുവർഷം 632 മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ വഹാബി പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് ക്രിസ്താബ്ദം 1744 കൃത്യമായ കണക്ക് ഞാൻ പറയാം. 1112 കൊല്ലം പരിശുദ്ധ ദീനിന് ഒരു പോറലുമില്ലാതെ ലോകം അംഗീകരിച്ചു. ആ ദീനിനെ ഇവിടെ നിലനിർത്തുക എന്നതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ചെയ്തിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, 1921 കാലത്ത് സൗദി അറേബ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ചില ആളുകൾ നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അഖിലേന്ത്യാ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ സ്വീകരിക്കാൻ ഈ റോഡിൽ വെച്ചുകൊണ്ടൊരു സമ്മേളനം നടന്നിരുന്നു. ആ സമ്മേളനത്തിൽ കേരളത്തിൽ നിന്ന് പോയത് ബഹുമാനപ്പെട്ട മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ, KM മൗലവി, കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. ആരാണ് KM മൗലവി? ആരാണ് കട്ടിലശ്ശേരി? നമ്മൾ ചരിത്രം പഠിച്ചാൽ അറിയാം. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും പണിയെടുത്ത, നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ ഹബീബിനെയും മഹാന്മാരായ ഔലിയാക്കളെയും സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും അവരെ തവസ്സുലാക്കി ദുആ ചെയ്യുന്നതും ശിർക്കാണ് എന്ന് പറഞ്ഞ് കേരളീയ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി ഏറ്റവും കഠിനാധ്വാനം ചെയ്ത വ്യക്തിയാണ് KM മൗലവി. അവരുടെ നേതൃത്വത്തിൽ വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദും അന്നവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ റോഡിൽ വെച്ചുകൊണ്ടൊരു സമ്മേളനം നടന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ സ്വീകരിക്കുന്ന പരിപാടിയാണ്. ആ പരിപാടിക്ക് പോകുമ്പോ മഹാനായ അബ്ദുൽ ബാരി ഉസ്താദിനോട് KM മൗലവി ചോദിച്ചു, നമുക്കും ഒരു നവോത്ഥാന പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയാലോ? അവിടെയും ഇവിടെയും ഒക്കെ വലിയ നവോത്ഥാനം നടക്കുന്നുണ്ട്. കേരളത്തിലും ഒരു പണ്ഡിത പ്രസ്ഥാനം ഉണ്ടാക്കിയാലോ? വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് പറഞ്ഞു, മശായിഖന്മാരോട്, ആലിമീങ്ങൾ ചോദിക്കണം, എന്നിട്ടേ അതിൽ നമുക്ക് അഭിപ്രായം പറയാൻ കഴിയും. പക്ഷെ അവര് കേരളത്തിൽ വന്നിട്ടുണ്ടാക്കിയ സംഘടനയാണ് 1924 KJU, കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയാണ് കേരളത്തിൽ കുഴപ്പത്തിന് കാരണമായ സംഘടന. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ മഹാന്മാരുടെ നേതൃത്വത്തിൽ സമസ്ത രൂപീകൃതമാവുന്നത് 1926 1924 ഈ KJU രൂപീകൃതമാവുന്നത്. അത് രൂപീകൃതമാവുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്തപ്പോ 1925 പണ്ഡിതന്മാർ കോഴിക്കോട് ഒരു യോഗം ചേർന്നു.
ആ യോഗം അനൗദ്യോഗികമായ ചില പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ചുരുങ്ങിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. 926 കോഴിക്കോട് ടൗൺ ഹാളിൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായി. ആ പ്രസ്ഥാനം 2026 തികയുമ്പോ ഒരു നൂറ്റാണ്ട് പൂർണ്ണമാക്കുകയാണ്. ഒരു നൂറ്റാണ്ട് കാലം പരിശുദ്ധ ദീനിന് കാവൽ നിന്നു എന്നതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തിട്ടുള്ളത്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികമാണ് കാസർഗോഡ് കുടിയയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. ആ സമ്മേളനം ഐതിഹാസികമായി തീരേണ്ടത്, ആ സമ്മേളനം വൻ വിജയമായി തീരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാവരും കേരളീയ മുസ്ലിമീങ്ങൾ ഒന്നിച്ചൊന്നായി ഉമറാക്കളും ഉലമാക്കളും സയ്യിദന്മാരും സാദാത്തുക്കളും ആലിമീങ്ങളും മൗലിയാക്കളും ആരിഫീങ്ങളും എല്ലാവരും ഒറ്റക്കെട്ടായി വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിനൊരു ചെറിയ പോറലേൽക്കുന്നത് പോലും, അതിനൊരു ചെറിയ വിള്ളൽ സംഭവിക്കുന്നത് പോലും നമ്മെ ഏറെ വേദനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വളരെ കുടുസായ സമയത്തിനുള്ളിൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. ഒരു നൂറ്റാണ്ടുകാലം നമ്മുടെ പൂർവികർ കാത്തു സൂക്ഷിച്ച ഈ മഹിതമായ പ്രസ്ഥാനത്തിന് ഒരു പോറൽ പോയിട്ട് അതിന്റെ തിരുനെറ്റിയിൽ ഒരു തുള്ളി ചെളി പോലും പുരളുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അനാവശ്യമായ പദപ്രയോഗങ്ങളും അനാവശ്യമായ കമന്റുകളും അങ്ങനെ തോന്നും നമ്മൾ ആരുടെയും ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. കാസർഗോഡ് കുടിയയിൽ ഐതിഹാസികമായ നമ്മുടെ സമ്മേളനം നടക്കുമ്പോൾ കേരളത്തിലെ ആപാലവൃദ്ധം ജനങ്ങളും എല്ലാവരും അവിടെ ഉണ്ടാവണം. മുസ്ലിമീങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ വിശ്വസിക്കുന്നവർ ഈ ഒരു സന്ദേശം മാത്രം കൈമാറിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഘശക്തിക്ക് ബലം നൽകട്ടെ. നമ്മൾക്ക് അല്ലാഹു ഐക്യം പ്രദാനം ചെയ്യട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാരും സാദാത്തുക്കളും മഹാനായ PMS പൂക്കോയ തങ്ങൾ, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് നവറല്ലാഹു മർഖദഹു, സയ്യിദ് ഹൈദർ അലി ശിഹാബ്, വയനാട്ടുകാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വയനാടിനെ വയനാടാക്കുന്നതിൽ കഠിനാധ്വാനം ചെയ്ത മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് നവറല്ലാഹു മർഖദഹു, അവരുടെയൊക്കെ ബർസഖിയായ ലോകം അല്ലാഹു സന്തോഷമാക്കി കൊടുക്കട്ടെ. അവരൊക്കെ ആശീർവദിച്ച് കൂടെ നിന്ന് വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇന്നതിന് നേതൃത്വം നൽകുന്നത് കേരളീയ മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്, ആലിക്കുട്ടി ഉസ്താദാണ്. ആ പ്രസ്ഥാനത്തിന് നമ്മളൊക്കെ ശക്തി പകരണം. നമ്മളെല്ലാവരും അതിന്റെ കൂടെ ഒന്നിച്ചണിനിരന്നുകൊണ്ട് ആ സമ്മേളനം ഐതിഹാസികമാക്കണം എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് വിശദമായിട്ട് മറ്റൊരിക്കൽ പറയാം. അല്ലാഹു തആല നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.